ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? ഓണല്ലേ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം വേണ്ട ഐറ്റം ഇഞ്ചി തന്നെ. ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതാക്കി കൊത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളിൽ നമുക്കൊരു 10-15 പച്ചമുളക് വേണം. പിന്നെ നമ്മുടെ മെയിനായിട്ടായ പുളി വേണം. പുളി വെള്ളത്തിൽ കുതിരാനിടുക. പിന്നെ അതിന് ശേഷം നമുക്കൊരു 3-4 ബെല്ലം ശർക്കര എടുത്ത് ഉരുക്കാൻ കുറച്ച് വെള്ളമൊഴിച്ച് വെക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച്, ചീനച്ചട്ടിയാണ്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുകിടാം. ഇതിൽ കുറച്ച് അധികം വേണം കേട്ടോ കടുക്. അപ്പോൾ ആവശ്യത്തിന് കടുകൊക്കെ ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉലുവയും വറ്റൽമുളകും കൂടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത് അതെല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ഇഞ്ചിക്കറിക്ക് തന്നെ എത്ര പേരുകളാണല്ലേ ഉള്ളത്. ഇതിന് തന്നെ നമ്മൾ പുളിഞ്ചി എന്ന് പറയും, ഇഞ്ചിക്കറി എന്ന് പറയും, ഇഞ്ചമ്പുളി എന്ന് പറയും, എന്തെല്ലാം പറയാലേ. നമ്മുടെ ഇഞ്ചി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ മിക്സ് ചെയ്യാം. ഇനി ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 2.5 സ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ കുഞ്ഞൊരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമ്മളിതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നന്നായി മിക്സ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ആ മൂത്ത് വരുന്ന സ്മെല്ല് ആഹാ, സൂപ്പറാണ് അല്ലേ. വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും പൊടികളും എല്ലാം കൂടി നന്നായി ഇതേ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാനിട്ടിരുന്ന നമ്മുടെ പുളി ഉണ്ടല്ലോ, അത് നമ്മൾ അരിച്ച് പിഴിഞ്ഞ് നമ്മൾക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം, നമ്മുടെ ഈ പൊടികളുടെ മിക്സിലേക്ക്. അതിന് ശേഷം അത് നന്നായി ഇളക്കി കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരുന്നില്ലേ, അതൊന്ന് അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കരട് വല്ലതുണ്ടെങ്കിൽ അതൊന്ന് പോയിക്കോട്ടെ. ഇതിൽ അത്യാവശ്യം കരടുണ്ടായിരുന്നു. ഇനി ഇതാ തിളച്ച് വന്നു. ഇപ്പോൾ കൊതി വരുന്നുണ്ട് അല്ലേ നമുക്ക് കാണുമ്പോൾ. നമ്മുടെ ഇഞ്ചമ്പുളിക്ക് എന്താ ലുക്ക് അല്ലേ. ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയേ. ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലത്തെ ജലാംശം എല്ലാം പോയി ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ഇഞ്ചമ്പുളി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതേപോലെ. അപ്പോൾ ഓക്കെ, ബായ്.